നമസ്കാരം. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് കെ രമ രംഗത്തെത്തുന്നത്. ചെയ്തു കൂട്ടുന്ന കൊള്ളരുതായ്മയെ ന്യായീകരിച്ചാൽ അതും കേട്ടിരിക്കാൻ ഇനി ആരുമുണ്ടാകില്ല. കാലം മാറിയിട്ടുണ്ട്. ജനം ചിന്തിച്ചു തുടങ്ങി, മനസ്സിലാക്കി തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ, പറയുന്ന പ്രസ്താവനകൾ എല്ലാം തന്നെ അടിസ്ഥാനമുള്ളത് ആയിരിക്കണം. ഇല്ല എങ്കിൽ രമയെപ്പോലെയുള്ള ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങും. എന്തായാലും ഇടത് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനവുമായാണ് കെ രമ MLA രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായി നടന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെ രമ MLA സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സർക്കാർ ഇരയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും വേട്ടക്കാരനൊപ്പം കിതയ്ക്കുകയുമാണ് ചെയ്യുന്നതെന്നതാണ് കെ രമയുടെ ആരോപണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭാവത്തിൽ സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ് സഭയിൽ മറുപടി നൽകിയതടക്കം വിമർശിച്ചുകൊണ്ടായിരുന്നു കെ രമയുടെ ഈ പരാമർശം. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് സർക്കാർ എത്ര ലാഘവത്തോടെയാണ് കാണുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യമെന്ന് കെ രമ പറഞ്ഞു. അരൂരിലെ ദളിത് പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമങ്ങളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചു. അവർ CPM പ്രവർത്തകർ ആയതുകൊണ്ടാണോ ഈ നടപടി? പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ സംരക്ഷിക്കുകയും കുടപിടിക്കുകയും ചെയ്യുന്നുണ്ട്. കുസാറ്റിലെ സിൻഡിക്കേറ്റ് അംഗം PJ ബേബി കലോത്സവ ഗ്രീൻ റൂമിൽ വെച്ച് പെൺകുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ചിരുന്നു. പെൺകുട്ടി പാർട്ടിക്ക് പരാതി നൽകി. നടപടിയില്ലാത്തതിനാൽ പോലീസിന് പരാതി നൽകി. പ്രതിയെ പാർട്ടി സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വിഷയങ്ങൾ കേരളത്തെ നാണിപ്പിക്കുന്നതാണെന്നതാണ് കെ രമ പറഞ്ഞത്. കാലടി ശ്രീശങ്കര കോളേജിലെ മുൻ SFI നേതാവ് രോഹിത് പെൺകുട്ടികളുടെ ഫോട്ടോ അശ്ലീല ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ചതും പെൺകുട്ടി തെളിവ് സഹിതം പരാതി നൽകിയിട്ടും പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതും നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പ്രതി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതുമൊക്കെ കെ രമ ഇവിടെ ഊന്നി പറഞ്ഞു. തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ച് കൊച്ചുകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരോട് നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും ഞെട്ടിപ്പിക്കുന്നതാണെന്ന് അവർ ഇതേ സമയത്ത് കൂട്ടിച്ചേർത്തു. ഡൽഹി BJP നേതാവ് ബ്രിജ് ഭൂഷൺ ഗുസ്തി താരങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ വെല്ലുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് എന്നതടക്കമുള്ള കുറ്റപ്പെടുത്തലായിരുന്നു കെ രമ ഉന്നയിച്ചത്. ഇടതുപക്ഷം ഭരിക്കുന്ന നമ്പർ 1 കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നതാണ് അവർ പറഞ്ഞത്. SFIക്കാർ കോളേജുകളിൽ കാട്ടിക്കൂട്ടുന്ന അതിക്രമത്തെ ന്യായീകരിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഒരു കാലത്ത് SFIയിൽ പ്രവർത്തിച്ച ആൾ കൂടെയായിരുന്നു താൻ. ഇന്നും അത് അഭിമാനത്തോടെ പറയുമെന്നും എന്നാൽ SFIയിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടിക്ക് നാളെ താൻ SFIക്കാരിയാണ് എന്ന് പറയാൻ അഭിമാനമുണ്ടാകുമോ എന്നതായിരുന്നു കെ രമയുടെ ചോദ്യം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന മെമ്മറി കാർഡ് പുറത്തു പോകുന്ന നാടായി കേരളം മാറി. നടിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം കേസ് മുന്നോട്ടു പോകുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷമായി പുറത്തു വന്നിട്ടില്ല. ICUവിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്കൊപ്പം നിന്ന ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റി. വണ്ടിപ്പെരിയാറിലും വാളയാറിലും ഇരകൾക്ക് നീതി കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് സ്ത്രീകൾ ഇവിടെ സുരക്ഷിതരാണ് എന്ന് ഇടതു സർക്കാർ അവകാശപ്പെടുന്നതെന്നതാണ് കെ രമ ഓർമ്മപ്പെടുത്തുന്നത്.